ഇങ്ങനെ പറയുന്നവർക്കുള്ള മറുപടിയാണ് കേരളത്തിലെ കർക്കിടക മാസത്തിൽ മഴയും തണുപ്പുമാണുള്ളത് എന്നത് ഫാക്റ്റായ കാര്യം തന്നെയാണ്. മഴയത്തും തണുപ്പത്തും സന്ധിവേദന കൂടും എന്നുള്ളതും ഫാക്റ്റായ കാര്യം തന്നെയാണ്. കേരളത്തിലെ ഇന്നത്തെ ജീവിത സാഹചര്യം വെച്ച് നോക്കാനാണെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞ ഏതൊരു സ്ത്രീക്കും പുരുഷനും ചില സന്ധികളിലെങ്കിലും വേദനയുണ്ടാകുമെന്ന് പറയുന്നതും ഫാക്റ്റായ കാര്യം തന്നെയാണ്. പ്രായമായവരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. വേദന വരുമ്പോൾ താൻ പോലും അറിയാതെ ആ വേദനയുടെ ഭാഗത്ത് ഒന്ന് അമർത്തി തടവുമ്പോൾ ആ വേദന കുറയും എന്ന ഒരു അറിവ് മനുഷ്യനുണ്ടായ നാൾ മുതൽ മനുഷ്യന്റെ തലച്ചോറിലെ ഒരു സുസിദ്ധമായ അറിവാണിത്. അങ്ങനെയാണെങ്കിൽ കൈയൊന്ന് ഓടിക്കുവാനായിട്ട് ഒരു ലൂബ്രിക്കന്റിന്റെ ആവശ്യമാണ്. ആ ലൂബ്രിക്കന്റിന് പകരം ആയുർവേദത്തിലെ ഒരു എണ്ണ ഉപയോഗിച്ച് ഒന്ന് തടവുകയാണെങ്കിൽ അതിനെ അഭ്യംഗം എന്ന് പറയുന്നു. അങ്ങനെ മുറപ്രകാരം അഭ്യംഗം ചെയ്യുമ്പോൾ വേദന കുറയുമെന്ന് പറയുന്നതും ഫാക്റ്റായ കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അഭ്യംഗം ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഇനി കർക്കിടക കഞ്ഞിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെന്താ അടങ്ങിയിട്ടുള്ളത്? കുറുന്തോട്ടി, അമുക്കുരം, ഇരുവേലി, പതിമുഖം, ഓരില, മൂവില, മുക്കുറ്റി, തിപ്പലി, ഉലുവ, ചുക്ക്, കരിഞ്ചീരകം, പെരിഞ്ചീരകം, ഏലക്ക, ജാതിക്ക, തക്കോലം, ഈ വക കാര്യങ്ങളാണ് അതിലുള്ളത്. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൈസസ് ആയിട്ട് കണക്കാക്കാം, ആപ്പറ്റൈസർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. മഴക്കാലമാകുമ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിന്റെ പ്രധാന കാരണം ദഹനശേഷി കുറയുന്നതാണ്. 365 ദിവസത്തിൽ വെറും 7 ദിവസം ഇതിലേക്ക് നിങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ കർക്കിടക ചികിത്സയിൽ എന്താ തെറ്റ്?